ഒരാളെയും ആശ്രയിക്കാതിരിക്കുക, ഒരാളെയും അവലംബിക്കാതിരിക്കുക, ഒരാളെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക, യാചിക്കാതിരിക്കുക, അനുവദനീയമായ ചോദ്യങ്ങളും സഹായങ്ങളും പോലും പരമാവധി നിരുത്സാഹപ്പെടുത്തുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടുക. പടച്ചോൻ എന്താ തന്നു അത് തൃപ്തിപ്പെടുക. ഒരാളും പരാതിയില്ല, ഒരാളും വേവലാതി ഇല്ല, ഒരാളും സങ്കടം പറയുകയില്ല. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ട് മറ്റു മക്കൾ വന്ന് പറയാം, വാപ്പ അവളെ ചെന്നായ പിടിച്ചു വാപ്പ. വിശ്വാസം ഉണ്ടാവില്ല നിങ്ങൾക്ക്, എന്നാലും ഇതാ തെളിവ്. കുപ്പായത്തിൽ ചോര കലർത്തി കുപ്പായവുമായി വന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ചെന്നായ പിടിച്ചു, അടയാളമിതാ. എന്താ യാക്കൂബ് നബിയുടെ പ്രതികരണം? ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾക്ക് തോന്നിയ എന്തോ പണികൾ ഒപ്പിച്ചിട്ടുണ്ട്. ഫസബ്റുൻ ജമീൽ, ഞാൻ കൈക്കൊള്ളുന്നത് സബ്റുൻ ജമീലാണ്. എന്താ സബ്റുൻ ജമീൽ? സബ്ർ നമുക്കൊക്കെ പരിചയമുണ്ട്, ക്ഷമ. സബ്റുൻ ജമീൽ നമ്മൾ പരിചയപ്പെട്ട സബ്റല്ല. ക്ഷമക്ക് 4 തരം ഘട്ടങ്ങളാണ്, 4 ഐറ്റം ക്ഷമയുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ക്ഷമക്കാണ് സബ്റുൻ ജമീൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ നൽകി, അല്ലദീ ലാ ശക്വാ മഅഹു, ഒരു പരാതി പോലും ഇല്ലാത്ത ക്ഷമ. ഒരാളോടൊരു പരാതി ഇല്ല പറയില്ല. മക്കളെ എന്ത് പണികൾ കാട്ടിയത് ചോദിച്ചിട്ടില്ല. എന്തേ നിങ്ങൾ ചെയ്തു ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചാൽ സബ്റുൻ ജമീലല്ല. സബ്ർ പല ടൈപ്പാണ്. 4 പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഏതെല്ലാം ക്ഷമിക്കുകയാണ് പെയ്ക്കപ്പെടുന്നു പറഞ്ഞു. അത് ക്ഷമയാണ്, സബ്റുൻ ജമീലല്ല. സബ്റുൻ ജമീൽ എന്താ? ഒരു പരാതി പോലുമില്ല, ആക്ഷേപം പോലും ഇല്ല. എൻ്റെ കുട്ടികളങ്ങനെ ചെയ്തല്ലോ, എനിക്ക് ഗതി വന്നല്ലോ, അതുപോലുമില്ല. ഉള്ള പരാതി അള്ളാഹിനോട് പറയാം. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ അപരാധികൾ, എൻ്റെ വേദനകൾ എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പറയൂ, എനിക്കൊന്നും പറയാനില്ല.